വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതിൽ യൂസ് ചെയ്യുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഇതിലാദ്യം യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു സാൾട്ട് ലിക്വിഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് NaCl അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് NaNO3 എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ് ഇതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഈ ഇലക്ട്രോലൈറ്റിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പമ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഫിൽറ്ററാണ്. ഇവിടുന്ന് വരുന്ന ഇലക്ട്രോലൈറ്റിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ ഉള്ളത്. ഇതിൽ അൺവാണ്ടഡ് ആയിട്ട് ഏതെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, ഇലക്ട്രോലൈറ്റിൽ ഏതെങ്കിലും അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഈ ഫിൽറ്ററാണ് അതിനെ ഫിൽറ്റർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രഷർ ഗേജ് ഇവിടെ ഉണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ഗേജ് ഉള്ളത്. ഇവിടെ ഈ പോർഷനിൽ ഏതെങ്കിലും വേരിയേഷൻ, ഇവിടുന്ന് വരുന്ന ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്, അതിലേതെങ്കിലും വേരിയേഷൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഇവിടെ പ്രഷർ ഗേജിൽ വേരിയേഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ ആ പ്രഷർ വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ടും ഇതിൽ സിസ്റ്റത്തിൽ എത്രയാണ് പ്രഷർ എന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ പ്രഷർ ഗേജ് യൂസ് ചെയ്യുന്നത്. അടുത്ത് യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലോ മീറ്ററാണ്. ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോലൈറ്റ് എത്രയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്, എത്ര ലിറ്റർ പെർ മിനിറ്റിലാണ് ഇലക്ട്രോലൈറ്റ് സപ്ലൈ ചെയ്യുന്നത്, എത്ര അളവിലാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലോ മീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് ഫീഡ് മെക്കാനിസം. ഈ കോൺസ്റ്റൻറ്റ് ഫീഡ് മെക്കാനിസത്തിൽ 1.25 mm per minute ആണ് ഇതിൽ ഫീഡ് കൊടുക്കുന്നത്. ഫീഡ് എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് കട്ട്. ആൾറെഡി ഇതിൽ നമുക്കൊരു 50% കംപ്ലീറ്റ് ചെയ്ത പോലെയാണ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഇനിഷ്യലായിട്ട് ഈ ടൂള് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ടൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് ടൈപ്പിലാണ് നമുക്ക് ഇവിടെ ഹോൾ വേണ്ടത് അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണ് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ടൂൾ യൂസ് ചെയ്യുക. ഈ ടൂൾ മേഡപ്പ് ഓഫ് ബ്രാസ്, ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ, ഇതുപോലെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അടുത്തത് വർക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് മെഷീനിങ് ചെയ്യേണ്ടത്, എതിലാണ് മെഷീനിങ് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ വർക്ക് പീസ്. ഈ വർക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മെഷീനറിയിലും വെച്ചിട്ട് ചെയ്യാം. ബട്ട് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണ്. ബ്രിട്ടിൽ മെറ്റീരിയൽസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മെഷീനിങ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ടുകളാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഷോർട്ട് ഫോം ആയിട്ട് ECM എന്ന് പറയാറുണ്ട്. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ECM. അപ്പോൾ വർക്ക് പീസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇമ്പാക്റ്റ് ഫോഴ്സ് കൊടുത്താൽ പെട്ടെന്ന് പൊട്ടുന്ന മെറ്റീരിയൽ, മെഷീനിങ് ചെയ്യുമ്പോൾ ഒരു സർഫേസ് ഫിനിഷ് കിട്ടാത്ത മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഏകദേശം ഒരു 0. അതായത് ഇവിടേക്കും ഈ ടൂളിനും വർക്ക് പീസിനും ഉള്ള ഗ്യാപ്പ് 0.23 to 0.5 mm ആണ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറ്. ദെൻ അടുത്തത് ഇവിടെ DC പവർ സപ്ലൈ. ഒരു എൻഡ് നെഗറ്റീവ് എൻഡ് വർക്ക് പീസ് നമ്മളെ ടൂളിലും, പോസിറ്റീവ് എൻഡ് വർക്ക് പീസിലുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. DC പവർ സപ്ലൈ 2 volt to 35 volt റേഞ്ച് ആണ് നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പാൻ ദി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് ചേഞ്ച് ആവുക. 2 to 35 volt ആണ് യൂസ് ചെയ്യാറ്. ദെൻ കറണ്ട് 50 to 40,000 ആംപിയർ ആണ് കറണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഫിക്സ്ചർ വർക്ക് പീസിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും. ദെൻ ഇൻസുലേറ്റിംഗ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കലാണ് ഇവിടെ സപ്ലൈ കൊടുത്തുള്ളത്, കറണ്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേറ്റിംഗ് ബേസും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മെയിനായിട്ട് ഇനി നോക്കേണ്ടത് ഇതിൽ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഞാൻ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ടാണ് യൂസ് ചെയ്യുക. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്യാപ്പ് 0.3 mm to 0.5 mm ആണ്. കറണ്ട് യൂസ് ചെയ്യുന്നത് 2 volt to 35 volt ആണ്, അല്ലെങ്കിൽ 50 to 40,000 amp കറണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടൂളിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ബ്രാസ് മെറ്റീരിയൽ, ഗ്രാഫൈറ്റ് മെറ്റീരിയൽ, കോപ്പർ അല്ലെങ്കിൽ ടങ്സ്റ്റൺ മെറ്റീരിയൽ ആയിരിക്കും. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇലക്ട്രോലൈറ്റിനെ പമ്പ് ചെയ്തിട്ട് നേരെ ഇലക്ട്രോലൈറ്റിനെ ഇവിടെ പമ്പ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? വർക്ക് പീസിൻ്റെ മുകളിലേക്ക്. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ
ഇവിടെയുള്ള നെഗറ്റീവും ഇവിടുത്തെ പോസിറ്റീവ് അയൺ എന്താണ് നെഗറ്റീവ് അയണിലേക്ക് ഓട്ടോമാറ്റിക് അട്രാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് അയൺ ഈ നെഗറ്റീവ് അയണിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഡെപ്പോസിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇലക്ട്രോലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡെപ്പോസിറ്റ് ആവുന്ന പോസിറ്റീവ് അയൺ, ഈ വർക്ക് പീസിലുള്ള പോസിറ്റീവ് അയൺ നെഗറ്റീവ് അയണിൽ ഡെപ്പോസിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് ആ പോസിറ്റീവ് അയണിനെ കളക്ട് ചെയ്തിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ വർക്ക് പീസിലുള്ള പോസിറ്റീവ് അയൺ ഈ ഇലക്ട്രോലൈറ്റ് വഴി ഇവിടേക്ക് സെഡിമെൻ്റ് ആവാറുണ്ട്. ദെൻ ഇവിടുന്ന് ഇലക്ട്രോലൈറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്ത് പമ്പാണ് ഇതിനെ ഇലക്ട്രോലൈറ്റിനെ എഗെയിൻ ഈ ഇതിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് സപ്ലൈ ഒന്ന് നെഗറ്റീവിലും മറ്റത് പോസിറ്റീവിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് അയൺ ഈ നെഗറ്റീവ് അയണിൽ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോലൈറ്റ് എന്താ ചെയ്യും, ആ പോസിറ്റീവ് അയണിനെ കളക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ വർക്ക് പീസിൻ്റെ മുകളിലുള്ള സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മെറ്റീരിയൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇവിടെ സെഡിമെൻ്റ് ആവും. ഇവിടുന്ന് ഇലക്ട്രോലൈറ്റ് എന്താവും ഇവിടേക്ക് വരും. ഈ ഇലക്ട്രോലൈറ്റിനെ ഈ പമ്പ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് 1.25 mm അത് വെച്ചിട്ട് 1.25 mm പെർ മിനിറ്റ് അളവിൽ ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഷീനിങ് ആയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. താങ്ക് യു.